കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായിരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. തുടക്കത്തിൽ ലഭ്യമായ സോഴ്സുകൾ പ്രകാരം വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് അയച്ചത് എന്നായിരുന്നു വാർത്ത. എന്നാൽ ലൈഫ് മിഷൻ കേസിലല്ല നോട്ടീസ് എന്നും ലാവ്ലിൻ കേസിൽ ഇഡി രജിസ്റ്റർ ചെയ്ത ECIR പ്രകാരമാണ് കേസെടുത്തത് എന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നും സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ. നോട്ടീസ് അയച്ചുവെങ്കിലും നോട്ടീസ് മടങ്ങിയെന്നും പിന്നീട് ഇക്കാര്യത്തിൽ ഇഡി തുടർ നടപടികൾ ഒന്നും സ്വീകരിച്ചില്ല എന്നും വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇഡി വൃത്തങ്ങളിൽ നിന്ന് മറ്റു വിശദീകരണമൊന്നും വന്നിട്ടില്ല. ലാവ്ലിൻ അഴിമതി ഇടപാടിൽ പ്രതിസ്ഥാനത്തുള്ള എസൻസി ലാവ്ലിൻ കമ്പനി ഡയറക്ടറായിരുന്ന ദിലീപ് രാഹുലൻ വിവേക് കിരണിന്റെ UK വിദ്യാഭ്യാസ ചെലവിലേക്കായി പണം നൽകിയെന്നാണ് എൻഫോഴ്സ്മെന്റ് കണ്ടെത്തൽ. 2020 ലാവ്ലിൻ ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് കേസെടുക്കുകയും ECIR അഥവാ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഇഡി ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ECIRലാണ് ദിലീപ് രാഹുലൻ മുഖ്യമന്ത്രിയുടെ മകൻ വിവേകിന് പണം നൽകിയെന്ന് പറയുന്നതും. വിവേകിന് മാത്രമല്ല, 1995 ലാവ്ലിൻ കരാറുമായി ബന്ധപ്പെട്ട് അന്തരിച്ച മുൻ മന്ത്രി G കാർത്തികേയനും തൊട്ടടുത്ത വർഷം 1996 അന്നത്തെ വൈദ്യുതി മന്ത്രി പിണറായി വിജയനും പണം നൽകിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ലാവ്ലിൻ കമ്പനിയുടെ മുൻ ഡയറക്ടറായിരുന്ന ദിലീപ് രാഹുലൻ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകി തന്റെയും സ്ഥാപനത്തിന്റെയും ഇംഗിതത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്ന നയമാണ് സ്വീകരിച്ചിരുന്നത് എന്ന് ഇഡിക്ക് മൊഴി ലഭിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് ദിലീപ് രാഹുലൻ പിണറായി വിജയന്റെ മകന്റെ UK വിദ്യാഭ്യാസത്തിനായി വലിയ തുക ചിലവഴിച്ചു എന്ന ഒരു മൊഴിയും ECIRൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴിയിലെ വിവരങ്ങൾ പരിശോധിക്കുന്നതിന് കൊച്ചി ED ഓഫീസിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് ED സമൻസ് അയച്ചത്. മൊഴിയിൽ പറഞ്ഞത് പ്രകാരം പണം ലഭിച്ചിട്ടുണ്ടോ എന്നടക്കം പരിശോധിക്കുന്നതിനും വിവരശേഖരണത്തിനുമായി 2023 ഫെബ്രുവരി 14 ED ഓഫീസിൽ ഹാജരാകണം എന്നായിരുന്നു സമൻസിലെ ആവശ്യം. വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് എന്ന മേൽവിലാസത്തിൽ അയച്ച സമൻസിൽ പക്ഷേ വിവേക് ഹാജരായില്ല. സമൻസിൽ തുടർ നടപടികളും ഉണ്ടായില്ല. മേൽവിലാസക്കാരൻ അല്ലാത്തതിനാൽ സമൻസ് മടങ്ങിയെന്നും ഒരു വിവരമുണ്ട്. എന്നാൽ പിന്നീട് സമൻസോ മറ്റ് തുടർ നടപടികളോ ഉണ്ടായില്ല. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് എൻഫോഴ്സ്മെന്റിനും മൗനം. ലാവ്ലിൻ കേസിലെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് വിവേക് കിരണിന്റെ പങ്ക് മനസ്സിലാക്കാൻ മറ്റ് തുടർ നടപടികളൊന്നും ഇഡി സ്വീകരിച്ചിട്ടില്ല. സമൻസ് അയച്ച് 2 വർഷം പിന്നിടുമ്പോഴും പിന്നീട് കേസിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നതും അജ്ഞാതം. ഒരു സമൻസ് മടങ്ങിയാൽ തന്നെ സാധാരണഗതിയിൽ വീണ്ടും നോട്ടീസ് നൽകി പല കേസുകളിലും ഇഡി ഇടപെടൽ നടത്താറുണ്ട്. പക്ഷേ ഇവിടെ വിവേകിന്റെ കാര്യത്തിൽ അത്തരം കീഴ്വഴക്കങ്ങൾ ഒന്നും ഇഡി പാലിച്ചിട്ടില്ല എന്നതു മാത്രമല്ല, 2 വർഷമായിട്ടും ഈ സമൻസിനെ കുറിച്ച് പിന്നീട് ഒരക്ഷരം ഇഡി മിണ്ടിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തുകൊണ്ട് ഒരു നോട്ടീസിൽ അന്വേഷണം അവസാനിപ്പിച്ചു എന്ന സംശയത്തിന് വ്യക്തമായ ഉത്തരം നൽകുന്നതിലും ഇഡി പരാജയപ്പെട്ടു. സമൻസുമായി ബന്ധപ്പെട്ട പിണറായി വിജയനും പാർട്ടിയും 2 വർഷമായി മൗനം പാലിച്ചു എന്നതും ശ്രദ്ധേയമാണ്. പാർട്ടിയിലും സമൻസിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയോ ചർച്ച നടത്തുകയോ ചെയ്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ഇന്നലെയും ഇന്നുമായി 2 നിലപാടുകളാണ് സ്വീകരിച്ചത്. ഇന്നലെ അങ്ങനെ ഒരു സമൻസില്ല എന്നും കെട്ടിച്ചമച്ച ആരോപണമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇഡി തന്നെ പിൻവലിച്ചു എന്നും പറഞ്ഞ MA ബേബി ഇന്ന് നിലപാട് മാറ്റി. അഥവാ അങ്ങനെ ഒരു സമൻസ് ഉണ്ടെങ്കിൽ അത് കെട്ടിച്ചമച്ചതായിരിക്കുമെന്നാണ് ബേബി പറഞ്ഞത്. ഇതേ ചൊല്ലി പിണറായി വിജയന് അതൃപ്തിയുള്ളതായും പറയപ്പെടുന്നു. എന്തായാലും ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിനൊപ്പം മകനെതിരായ ഇഡി കേസും മകൾക്കെതിരായ മാസപ്പടി കേസും CPMനുണ്ടാക്കുന്ന തലവേദന ചില്ലറയൊന്നുമല്ല. എസൻസി ലാവ്ലിൻ കേസ് CBI രജിസ്റ്റർ ചെയ്തത് 2007 2009 കുറ്റപത്രം സമർപ്പിച്ചു. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കിയാണ് കുറ്റപത്രം നൽകിയത്. എന്നാൽ പിണറായി വിജയൻ വിടുതൽ ഹർജിയിലൂടെ കുറ്റവിമുക്തനാക്കപ്പെട്ടു. ഈ വിധി ഹൈക്കോടതിയും അംഗീകരിച്ചിട്ടുണ്ട്. ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് CBI സുപ്രീം കോടതിയിലെത്തി. ഈ നടപടികൾക്ക് ശേഷം ഏറെ വർഷങ്ങൾ കഴിഞ്ഞാണ് 2020 ഇഡി ലാവ്ലിൻ കേസിൽ ECIR രജിസ്റ്റർ ചെയ്തത്. പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കനേഡിയൻ കമ്പനിയായ എസൻസി ലാവ്ലിനുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ട് എന്നും ഇതുവഴി 86.25 കോടിയുടെ നഷ്ടം സംഭവിച്ചുവെന്നുമാണ് കേസ്. കരാർ ലാവ്ലിൻ കമ്പനിക്ക് നൽകുന്നത് വഴി സംസ്ഥാനത്തിന് 374 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ലാവ്ലിൻ കേസിലെ പ്രധാന ആരോപണം.